അത്രയേറെ വിഷമമായി പോയി. പണത്തിൻ്റെ മൂല്യമല്ല, സഹായിച്ചയാൾ സഡന്ന് അത് മറക്കുന്നതിന് മുമ്പ് സഡന്ന് നമുക്ക് തന്നൊരു പ്രതിഫലം. ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വരികയും പുറകെ വന്ന കാറ് ആ സ്കൂട്ടർ യാത്രക്കാരനിട്ട് തട്ടിയിട്ട് ഇദ്ദേഹം തെറിച്ച് റോഡിലേക്ക് വീഴുകയാണ്. ഇങ്ങനെ പൈസ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ പൈസയായിരുന്നു. 23,300 രൂപ. സ്കൂട്ടറിൽ നിന്ന് വീണയാൾ, പരിക്ക് പറ്റിയയാൾ എൻ്റെയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ടിട്ടിട്ട് തിടുക്കപ്പെട്ട് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഇതുണ്ടായിട, എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നല്ലോ കൊണ്ട് ഞാനത് മടിയിൽ വെച്ചിരുന്ന പൈസയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മറ്റും ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മുണ്ട് അയഞ്ഞിട്ട് ഈ പൈസ അങ്ങനെ വീണതാണ്. അപ്പം പൈസ കണ്ടില്ല. അദ്ദേഹം ഒരു ചുവന്ന ടീഷർട്ട് ധരിച്ചാണ്, ഒരു കറുത്ത ആക്റ്റീവ സ്കൂട്ടറാണ് അതെല്ലാം പോയത്. പക്ഷേ അത് നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറ്റൊരാളോട് ഞാൻ കടം വാങ്ങിയിരുന്ന പൈസയാണ്. ഈ വർഷം അവസാനിക്കുക 2025 അവസാനിക്കുമ്പം ദുഃഖം തന്നാണ് നമ്മുടെ ആ ഒരു നമസ്കാരം. വാഹനാപകടത്തിൽ പരിക്കേറ്റയാളെ രക്ഷിക്കാനെത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പണം നഷ്ടമായി. കഴിഞ്ഞ ദിവസം മല്ലപ്പള്ളിയിൽ വെച്ച് നടന്ന അപകടത്തിൽ പരിക്കേറ്റയാളെ രക്ഷിക്കാനെത്തിയ മല്ലപ്പള്ളി സ്വദേശിയായ പുഷ്കരൻ എന്ന 65 വയസ്സുകാരൻ്റെ പണമാണ് നഷ്ടമായത്. ചെറുമകന് ഫീസ് അടയ്ക്കുന്നതിനായി കടം വാങ്ങിയ പണമാണ് നഷ്ടമായതെന്ന് പുഷ്കരൻ ചേട്ടൻ പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? അത് ഞാൻ കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ ആയിട്ട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് കിടക്കുമ്പോൾ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വരികയും പുറകെ വന്ന കാറ് ആ സ്കൂട്ടർ യാത്രക്കാരനിട്ട് തട്ടിയിട്ട് ഇദ്ദേഹം തെറിച്ച് റോഡിലേക്ക് വീഴുകയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓടിച്ചെന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്കൂട്ടർ എടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പം അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ച് റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിക്കുകളൊക്കെ പരിശോധിക്കുകയും ഹോസ്പിറ്റലിൽ പോകാം എന്ന് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എന്നാൽ സാരമായ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ വീട്ടിൽ പോയിക്കോളാം, എനിക്ക് തിടുക്കമുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം തിടുക്കം കാണിക്കുകയുണ്ടായത്. പക്ഷേ അപ്പോൾ കാറ് നിർത്തിയിട്ട് കാറിൻ്റെ ഉടമയും വന്നേച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം അതിന് വഴങ്ങാതെ കണ്ടിട്ട് അദ്ദേഹം വീട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വീണ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും പേഴ്സും ഒക്കെ റോഡിലിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം മറ്റൊരാൾ ഇതൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈക്കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് അപ്പോൾ ഈ കാറിൻ്റെ ഡ്രൈവ് ചെയ്ത ആൾ അദ്ദേഹത്തിൻ്റെ കുറ്റം സമ്മതിക്കുകയും സഹതാപം പ്രകടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്കൂട്ടർ യാത്രക്കാരൻ പറഞ്ഞു, എനിക്ക് പരാതിയില്ല, പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല, പോട്ട് പറ്റിപ്പോയല്ലോ, സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്നേരത്തിനും അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ കാറിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ ഇറങ്ങി വന്നിച്ച് ശരിയല്ലാത്ത രീതിയിൽ സംസാരിച്ചു. അയാൾ പോയി ചുമ്മാ അവിടെ മറിഞ്ഞ് വീണതാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. ഇവിടെ അദ്ദേഹത്തിന് വിഷയമില്ല, പരാതിയില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ ആവശ്യമില്ല സംസാരിച്ചുകൊണ്ട് വരുന്നത് ശരിയല്ല. കാർ ഓടിച്ച ആൾ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുറ്റമാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കണം, ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞ് അദ്ദേഹത്തിലേക്ക് ഞാൻ തിരിഞ്ഞ സമയത്താണ് ഈ പൈസ ഞങ്ങൾ നിന്നതിൻ്റെ അവിടെ ഇങ്ങനെ പൈസ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ പൈസയായിരുന്നു. 23,300 രൂപ. അത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പൈസ മറ്റൊരു ഡ്രൈവർ, എൻ്റെ കൂടെ ഒരു സഹപ്രവർത്തകനാണ്, അദ്ദേഹം എൻ്റേതാണെന്നും അറിയത്തില്ല, ഞാനിത് കണ്ടുമില്ല. അദ്ദേഹം ഈ പൈസ എടുത്ത് ചോദിച്ചു, അച്ഛൻ്റെയാണ് ഈ പൈസ ഇത് എന്ന് പറഞ്ഞു. അതെ എൻ്റെയാണെന്നും പറഞ്ഞ് സ്കൂട്ടറിൽ നിന്ന് വീണയാൾ, പരിക്ക് പറ്റിയയാൾ എൻ്റെയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ടിട്ടിട്ട് തിടുക്കപ്പെട്ട് പോകാനായിട്ട് ഒരുങ്ങി. അപ്പോഴത്തേനും അവിടെ ഒന്നൊരു പറഞ്ഞു, പതുക്കെ പോകണം, അതേ ബസ് വരുന്നുണ്ട്, പതുക്കെ വണ്ടി ഓടിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ചെയ്തു. അപ്പം അന്നേരം ഈ പൈസ കൊടുക്കുന്നതൊന്നും ഞാൻ കണ്ടില്ല. ശകലം കഴിഞ്ഞപ്പോഴും പറഞ്ഞാൽ പുള്ളി വീണിട്ട് പുള്ളി അങ്ങാകെ വരണ്ടു പോയി. അതുകൊണ്ടാണ് പൈസ അവിടെ വീണ് കിടന്നു പോലും കണ്ടില്ല, അച്ഛൻ്റെ ആണോ എന്ന് ചോദിച്ച് എടുത്ത് കൊടുത്തപ്പോഴാണ് വാങ്ങിച്ചെന്ന് പറയും. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഇതുണ്ടായിട, എൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നല്ലോ കൊണ്ട് ഞാനത് മടിയിൽ വെച്ചിരുന്ന പൈസയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ മറ്റും ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മുണ്ട് അയഞ്ഞിട്ട് ഈ പൈസ അങ്ങനെ വീണതാണ്. അപ്പം പൈസ കണ്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ പൈസയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൊടുത്തോന്ന് ചോദിച്ചു. കൊടുത്തു. അപ്പോൾ അടയാളം തന്നെ ഇവർ പറഞ്ഞു, ഇന്ന രീതിയിൽ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ നോട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്ര രൂപ ഉണ്ടായിരുന്നു, അത് എൻ്റേതാണ് എന്ന് പറഞ്ഞു. അപ്പം അവിടെ ആർക്കും ഇദ്ദേഹത്തെ മുഖപരിചയമില്ല. കാരണം മല്ലപ്പള്ളി സ്വദേശിയാണോ എന്നറിയില്ല. പക്ഷേ മല്ലപ്പള്ളി രജിസ്ട്രേഷനാണ് വണ്ടിയുടെ നമ്പർ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. KL 28F82 അത്രയും വരെ. ബാക്കി 2 നമ്പർ ഓർമ്മയിലാരും നിൽപ്പില്ല. ഒരാൾ ഇത് ഇത്രയും നോട്ട് ചെയ്തു, ഈ പൈസ എടുത്തു കൊടുത്ത ആളാണ് നോട്ട് ചെയ്ത്, അത്രയും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ നമുക്ക് പിന്നെ അദ്ദേഹം അങ്ങ് പോവുകയും ചെയ്തു. പിന്നീട് നമ്മൾ അവിടെയുള്ള CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ ഒരിടത്തുനിന്ന് മാത്രം ഈ വിഷ്വൽ കിട്ടി.
അദ്ദേഹം ഒരു ചുവന്ന ടീഷർട്ട് ധരിച്ചാണ്, ഒരു കറുത്ത ആക്റ്റീവ സ്കൂട്ടറാണ് അതിലാണ് പോയത്. പക്ഷേ അത് നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് മൊത്തം ഇപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് കീഴായ്പ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. അപ്പം CI പറഞ്ഞത് അദ്ദേഹം എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം മാന്യനാണ് സംസാരത്തിലൊക്കെ. ഞാൻ പറഞ്ഞു സാറേ അദ്ദേഹം മനഃപൂർവ്വം കൊണ്ടുപോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വീഴ്ചയുടെ ആ വേദന ബുദ്ധിമുട്ടിൻ്റെ എല്ലാം കൂടെ ഇടയ്ക്ക് ഫോണും പേഴ്സും ഒക്കെ പോയല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തപ്പം ഈ പൈസയും കൂടെ കൊടുത്തപ്പോൾ അദ്ദേഹം മറ്റൊന്നും ചിന്തിക്കാതെ എടുത്ത് പോക്കറ്റിലിട്ടതായിരിക്കും. മനഃപൂർവ്വം പുള്ളി കൊണ്ടുപോകത്തില്ല, സംസാരത്തിൽ മാന്യനാണെന്ന് പറഞ്ഞു. എന്നാൽ നാളെ 10 മണിക്കാവും പൈസ കൊണ്ടുത്തരും, വിഷമിക്കേണ്ട, ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെയുള്ള CCTV എല്ലാം പരിശോധിച്ച് നമുക്ക് ആളെ കണ്ടുപിടിക്കാം എന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ഇന്ന് സ്റ്റേഷനിൽ ജോലിക്കാരൊക്കെ കുറവായിരുന്നത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് നാളെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ നിലയ്ക്ക് അന്വേഷിച്ചപ്പോൾ 2-3 CCTVന്ന് കിട്ടി. പക്ഷേ അതും ഈ നമ്പർ നമുക്ക് കിട്ടുന്നില്ല, വിഷ്വൽ നമ്പർ കിട്ടുന്നില്ല സൂം ചെയ്ത് നോക്കുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം ഞാൻ കൊച്ചുമോന് മംഗലാപുരത്തെ BSc നഴ്സിങ്ങിന് പഠിക്കുകയാണ്. ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം കഴിഞ്ഞ് അവൻ വന്നതാണ്. അപ്പോൾ ഈ 9-ാം തീയതിക്കാവും സെക്കൻഡ് ഇയറിൻ്റെ എക്സാം. പിന്നെ ഫീസ് അടച്ചേ മതിയുള്ളൂ. അതിന് പൈസ അതിനുള്ള തികയാതെ വന്നപ്പം മറ്റൊരാളോട് ഞാൻ കടം വാങ്ങിയിരുന്ന പൈസയാണ്. അപ്പോൾ ഇത് ഞാൻ വേറെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ പൈസ കൊണ്ടുത്തരുന്നത്. വണ്ടിയെ വന്നു കഴിഞ്ഞിട്ട് വണ്ടിയിൽ എടുത്ത് വെക്കാമെന്നുള്ളതാണ് കുട്ടികളെയും വെച്ചാണ്. വണ്ടിയുടെ അടുത്തോട്ട് വന്നപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. നമ്മളിങ്ങനെ പോവുകയും ചെയ്യുന്നത്. എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നു? ഞാൻ 33 വർഷമായി. കൊച്ചുമോനൊക്കെ അച്ഛൻ്റെ കൂടെയാണോ ഉള്ളത്? അവൻ്റെ അച്ഛൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. പിന്നെ അവൻ്റെ പഠനമൊക്കെ? അതെ. എൻ്റെ മകളുടെ കുട്ടികളാണ് അവർ 2 പേരുണ്ട്. എത്ര ഓട്ടോറിക്ഷ? 33 വർഷമായി. 33 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. പൊതുപ്രവർത്തനമൊക്കെ ഉണ്ടോ? എനിക്ക് ഇച്ചിരി പൊതുപ്രവർത്തനം രാഷ്ട്രീയത്തെ കഴിഞ്ഞ് കൂടുതലായിട്ട് സാമൂഹിക പ്രവർത്തനങ്ങളാണ്. എല്ലാവരും ഈ കോവിഡ് കാലത്തും വെള്ളപ്പൊക്ക കാലത്തും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തി. കോവിഡ് സമയത്ത് 7 ശവസംസ്കാരം എൻ്റെ നേതൃത്വത്തിൽ, വീട്ടുകാർ പോലും അടുക്കാതിരുന്ന എൻ്റെ നേതൃത്വത്തിൽ ഞാൻ വേറെ പിള്ളേരെയും കുട്ടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ തികച്ചും സൗജന്യം എന്ന് പറഞ്ഞാൽ മറ്റു പല സംഘടനകളും നടത്തിയത് PP കിറ്റിനും മറ്റുമൊക്കെ പണം വീട്ടുകാരോട് വാങ്ങിയിട്ടാണ്. അപ്പം അവർ തരാൻ ഉദ്ദേശിച്ചിട്ട് പോലും വാങ്ങാണ്ടിട്ട് അത് എൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല എൻ്റെ സുഹൃത്തുക്കളോട് കൂടി പൈസ വാങ്ങിച്ചിട്ടാണ് PP കിറ്റും പിന്നെ സാനിറ്റൈസറും ഒക്കെ വാങ്ങിച്ചാണ്. ഒരു വീട്ടുകാരൻ നിർബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊണ്ടുപോകാൻ പറയും. ഞാൻ പറഞ്ഞു താങ്കളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ആ പണം വാങ്ങിയാൽ എൻ്റെ സന്തോഷം ഇല്ലാതായി പോകും, അതുകൊണ്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ നിരസിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഇപ്പോഴും സാമൂഹിക പ്രവർത്തനം രാഷ്ട്രീയത്തെ കഴിഞ്ഞ് കൂടുതലായിട്ട് ഞാൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. അതിലുപരിയായിട്ട് ഞാൻ ഈ സാമൂഹിക പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം. ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടായി ഞാൻ എല്ലാവരെയും, കാരണം മെൽബിൾ ടൗണിൽ ഒരു അപകടം ഉണ്ടായാൽ സാധാരണഗതിയിൽ നമുക്കറിയാമല്ലോ, ഒരു അപകടം ഉണ്ടായാൽ പെട്ടെന്ന് അവിടെ എന്നാൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നാൽ പിന്നെ ചിലപ്പം ബ്ലഡ് കാണാൻ വണ്ടിയെ പറ്റും, അല്ലെങ്കിൽ പോയെന്നാൽ ചിലപ്പോൾ വണ്ടിക്കൂലി നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും, മെനക്കേട് വരും എന്നൊക്കെ കൊണ്ട് പലരും മടിക്കുന്ന സമയമുണ്ട്. അപകടം ഉണ്ടായതുകൊണ്ട് ആദ്യം ഞാൻ ഓടിയെത്ത് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്, പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവർക്ക് വേണ്ട ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ട് വീട്ടുകാർ വരേണ്ടതാണെങ്കിൽ വീട്ടുകാർ വന്നതിന് ശേഷം മാത്രമേ പോരുന്നതേ ഉള്ളൂ. ഞാനിപ്പോഴും അത് തുടർന്ന് പോരുന്നു. പക്ഷേ ഇതെനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ്. സഹായിച്ച ആൾ തന്നെ അതേ സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ വർഷം അവസാനിക്കുക 2025 അവസാനിക്കുമ്പം ദുഃഖം തന്നാണ് നമ്മുടെ ആ ഒരു 2026 അദ്ദേഹം അത് കൊണ്ടുത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്രയേറെ വിഷമമായി പോയല്ലേ? പണത്തിൻ്റെ മൂല്യമല്ല, സഹായിച്ചയാൾ സഡന്ന് അത് മറക്കുന്നതിന് മുമ്പ് സഡന്ന് നമുക്ക് തന്നൊരു പ്രതിഫലം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഏത് സമയത്തും ഓടിയെത്തിയ ആളാണ് ഈ പുഷ്കരൻ ചേട്ടൻ. അദ്ദേഹം പെട്ടെന്നൊരു അപകടമുണ്ടായപ്പോഴാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിനായി ഓടിയെത്തിയത്. അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട സാഹചര്യമില്ലായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹത്തിന് കരുതി വെച്ചിരുന്ന, അതും കടം വാങ്ങിയ പണമാണ് നഷ്ടപ്പെട്ടത്. ആ പണമെടുത്തയാൾ അത് തിരികെ കൊണ്ടുതരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും കഴിയുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, മല്ലപ്പള്ളി.